ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാ കിച്ചൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വാഴക്ക മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടൊന്ന് കണ്ടേക്കണേ. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 വാഴക്കയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു സൈസിലാണ് ഇത് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ചെറുതാക്കി കട്ട് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കട്ട് ചെയ്തിട്ട് ഞാനത് ഉപ്പുവെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ കളറ് ചേഞ്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉപ്പുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കട്ട് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് 15 ചെറിയ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വഴണ്ട് വരട്ടെ. ഉള്ളി ഒരുപാട് നേരം ഇട്ടൊന്നും മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാ ഇപ്പോൾ ഉള്ളിയൊന്ന് വഴണ്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കായ ചേർത്ത് കൊടുക്കാം. കുറച്ച് കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള കഷ്ണങ്ങളും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മുളക് കരിഞ്ഞു പോകും. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്ത് എല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിക്കാൻ വെക്കാം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുത്തേക്കണം. അങ്ങനെ നമ്മുടെ കായമെഴുക്കുവരട്ടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തേക്കണേ. എന്നാൽ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. Till then, bye.